അതുമില്ല. ബോർഡ് മെമ്പറായിട്ടും പഴയ നക്കടിത്തനം വിട്ടിട്ടില്ലല്ലേ? വലിയ മെമ്പർ. എന്നിട്ടെന്താ ഗുണം? ഇത് രാവിലെ തന്നെ കുളിച്ച് കുറിയും തൊട്ട് പൊറാട്ട് വേഷം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലാതെ 4 കാശിന്റെ വരായി ഉണ്ടോ? അമ്പലത്തിന് പുതിയ എടുപ്പിന് പണി തുടങ്ങിയപ്പോഴേ ചില്ലറ തടയുന്നു വിചാരിച്ച. അവസാനമായി ഇവിടുന്ന് പോയ തന്ത്രിയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. അതു മതി. അതിനു പുറമെയാണ് പുതുതായി 46 പേരെ ജോലിയിൽ നിയമിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം. അത്രയും പേർ കൂടി ശമ്പളം കൊടുത്താൽ ദേവസ്വത്തിന് അതൊരു ബാധ്യതയാവും. അത് അനുവദിക്കാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റർ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ജീവനക്കാരുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് പുതിയ ആളുകളെ നിയമിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഇവിടെ കുഴപ്പമുണ്ടാക്കും, സമരവും പണിമുടക്കും എല്ലാം. ഇല്ല, അവരുടെ പ്രതിനിധിയാണ് ഞാൻ. ആവശ്യത്തിലധികം ജോലിക്കാർ ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ടല്ലോ. ഒരാനയ്ക്ക് 5 6 പാപ്പാമാര്, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിൽ 6 എമാര്, ദേവസ്വം കോളേജിലും സംസ്കൃത വിദ്യാലയത്തിലും പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടല്ലോ. കോഴ വാങ്ങാനാണ് പുതിയ തസ്തികളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി ഇത് ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്യും. വാസു, ഒരുമാതിരി നാളെ വർത്താൻ എന്നോട് പറയരുത്. കഷ്ടപ്പെട്ട് ഇവനെ സെക്രട്ടറി ആക്കിയിട്ട് ഇവനിപ്പോ നമുക്ക് വരാം. വേറെയും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ പലതും നിങ്ങൾക്ക് വേണ്ടി, തട്ടിപ്പ് മോഷണവും വരെ. ഇനി എന്നെ അതിന് കിട്ടില്ല. ദേവന്റെ മുതൽ കൊള്ളയടിക്കാൻ. ഇതൊക്കെ പറയാൻ നീ ആരാ? ദേവസ്വം ബോർഡ് നിന്റെ തറവാട്ട് വകയൊന്നുമല്ല. ക്ഷേത്രം ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ വിളിച്ചു കൂവിയായിരുന്നു. നിനക്കൊന്നും അവിടെ ഭരിക്കാനുള്ള അർഹതയില്ല. നമ്മൾ അമ്പലത്തിൽ എങ്ങനെ ബഹളം കൂട്ടുന്നത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. വാസു ഒരു കാര്യം മനസ്സിലാക്കാം. അമ്പലത്തിൽ പുണ്യം തേടി വരുന്നവരാണ് അധികവും. ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചാണ് അവരവിടെ എത്തുന്നത്. ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് വഴിപാടുകൾ നടത്തുന്നത്. ആ പണം നല്ല കാര്യത്തിന് വേണം ഉപയോഗിക്കാൻ. അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും ഞാൻ എതിർക്കും. നീ എന്നെ വിരട്ടുകയാണോടാ? ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഭൂരിപക്ഷ സമുദായത്തെ പീഡിപ്പിക്കുന്നതിലാവും താല്പര്യം. അവർക്ക് വേണ്ടി ആരും ചോദിക്കാനില്ല എന്ന ധൈര്യം. 1992 റിലീസായ ശ്രീ മോഹൻലാൽ നായകനായ ശ്രീ പ്രിയദർശൻ സംവിധാനവും ദാമോദരൻ മാഷ് തിരക്കഥയിൽ എഴുതിയ ഒരു സിനിമയാണ് അദ്വൈതം. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരു അത്ഭുതമാണ് ഈ സിനിമ. കാരണം 34 വർഷമായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. അന്നും ഇന്നും ഒരേപോലെ തന്നെ നമ്മുടെ പല ദേവസ്വം ബോർഡുകളുടെ അഴിമതികളാണ് ഇതിന്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.